ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കി ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും. ഇത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ കേട്ടോ, കാരണം ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. എൻ്റെ ഒരു കസിൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അവന് കെമിക്കൽ ഡൈക്ക് അലർജിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെന്നയും ഇൻഡിഗോ പൗഡറും അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഡൈയും ഒക്കെ അവന് അലർജിയാണ് കേട്ടോ. അങ്ങനെ അവ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് കൂടുതൽ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ടും പറ്റും കേട്ടോ. വളരെ ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. മെയിനായിട്ടും ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്. നിങ്ങൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു 4-5 ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒന്നുകിൽ ഇതൊന്ന് നല്ല ബ്ലാക്ക് കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തീയിൽ കാണിച്ച് ഇതൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ഇത് ഒന്ന് ചുട്ടെടുക്കുകയോ അല്ലെങ്കിൽ വറുത്തെടുക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഒരു പപ്പടം കുത്തിയിൽ ഇതുപോലെ ബദാം ഒന്ന് വച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 5 ബദാമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഇത് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് പിന്നീട് എപ്പോഴും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടുത്ത ഒരു ബദാം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് തീയിൽ കാണിച്ച് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി തീയെല്ലാം ഒന്ന് അണഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കി വെക്കുക കേട്ടോ. കാരണം എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൈ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എത്ര നാൾ വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിവിടെ ആ തീയെല്ലാം ഒന്ന് അണഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് ആ ഓയിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇടികളിലൊക്കെ വെച്ചിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇല്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടും പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ച് ഇതൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പേപ്പറിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇടികല്ല് വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് പോകില്ല കേട്ടോ. നമ്മൾ കഴുകി കളഞ്ഞാൽ പോലും ഇത് പോയില്ല. ഒരു സോപ്പ് വെച്ചിട്ടൊക്കെ നമ്മളത് വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അത് പോകും കേട്ടോ. പക്ഷെ നമ്മൾ സാധാരണ ഒരു വെള്ളത്തിൽ മാത്രം നമ്മളത് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ പോകത്തില്ല. ഇനി നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അലോവേര ജെല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം വാസ്ലിൻ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചാണ് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കാരണം ഇതിവിടെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ ഇത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അലോവേര ജെല്ല് എടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഫേസിൽ മാത്രമല്ല, അതേപോലെ ഹെയറിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അലോവേര ജെല്ല് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഇത് അലോവേര ജെല്ല് മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പൊടിയായിട്ട് തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും. പിന്നീട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറേശ്ശെ അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് നമുക്ക് അന്നന്നത്തെ യൂസിന് വേണ്ടത് മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതല്ല ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലും വെക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് ആ ഒരു പൊടിയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്പൂൺ വെച്ചിട്ട് മിക്സ് ആവാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൈവച്ചും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു ടെക്സ്ചർ കണ്ടോ. ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇത് അതുപോലെ തന്നെ ഇരുന്നോളും. നമ്മൾ ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ മുടിയിൽ നമ്മൾ നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയി പോകും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മുഖത്തോ കയ്യിലോ തുണിയിലോ ഒന്നും ഇതാകത്തില്ല. അങ്ങനെ ഒരു ടെൻഷനേ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ പെട്ടെന്നൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനാണ്, നമ്മൾ മുടിയൊക്കെ നരച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. അത് നമ്മൾ ഈ കുഞ്ഞ് ബ്രഷിലോ അല്ലെങ്കിൽ നമ്മുടെ മസ്കാരയുടെ ബ്രഷിലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും നമുക്ക് വളരെ കുറച്ച് എടുത്തിട്ട് ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഈ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനുള്ള കുഞ്ഞ് ബ്രഷുകൾ കിട്ടും, അതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അത് നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അതിന് മുന്നേ തന്നെ അത് മുടിയിലങ്ങ് അബ്സോർവ് ആയിക്കോളും. നമ്മൾ കൈ വെച്ച് തൊട്ടാലൊന്നും നമ്മുടെ കയ്യിലൊന്നും ആകത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അലർജിയുടെ പ്രോബ്ലം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്